വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റാങ്ക് ഫയലിനെ കുറിച്ചിട്ടാണ്. റാങ്ക് ഫയൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലൂടെയാണ് പഠിച്ചെടുക്കേണ്ടത്, റാങ്ക് ഫയൽ മുഴുവൻ പഠിച്ചാൽ ജോലി കിട്ടുമോ, എക്സാമിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുമോ, റാങ്ക് ഫയലിന് ആവശ്യമുണ്ടോ, റാങ്ക് ഫയൽ വായിക്കേണ്ടതുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാവുന്ന ചില രീതികളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റാങ്ക് ഫയൽ മുഴുവൻ പഠിച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിക്കുന്നവർ എക്സാം എഴുതലുണ്ടാവില്ല. കാരണം അത്രത്തോളം വലുതാണ് ഇപ്പോഴത്തെ റാങ്ക് ഫയൽ. മുമ്പ് പഠിച്ചവർക്ക് അറിയാം. മുമ്പ് ജസ്റ്റ് ഇത് കണ്ടോ, ഇപ്പോഴത്തെ റാങ്ക് ഫയലിൻ്റെ ഒരു വോളിയം 2 ആണ് ഈ കാണുന്നത്. വോളിയം 2 എന്തൊരു കട്ടിയാണ്. ഇതുപോലത്തെ 4 വോളിയൊക്കെ 4ഉം 3ഉം വോളിയൊക്കെയാണ് ഇപ്പോഴത്തെ റാങ്ക് ഫയൽ ഇറങ്ങുന്നത്. മുമ്പ് ഇതുപോലത്തെ ഒരൊറ്റ കട്ടി ബുക്കായിരുന്നു. അപ്പോൾ അന്നത്തെ PSCയുടെ എക്സാം രീതി അങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ആ റാങ്ക് ഫയൽ പഠിച്ചാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മോഡലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ മാറ്റത്തിനനുസരിച്ച് റാങ്ക് ഫയൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പേജുകളുടെ എണ്ണമൊക്കെ കണ്ടാൽ നമ്മുടെ തല കറങ്ങും. എങ്ങനെ ഇത് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അവസ്ഥയാണല്ലേ. PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാറുന്നതിനനുസരിച്ചിട്ട് റാങ്ക് ഫയൽസ് അപ്ഡേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ SCRT ചോദിക്കുകയാണെങ്കിൽ പിന്നെ SCRTയിലുള്ള എല്ലാ കണ്ടൻറ്റും പുതിയ റാങ്ക് ഫയലിൽ ഇറക്കും. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പാകത്തിന് റാങ്ക് ഫയൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറക്കും. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് റാങ്ക് ഫയൽസ്. പക്ഷേ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് ചോദിച്ചിരുന്നതും ഇപ്പോൾ ചോദിക്കാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ കണ്ടൻറ്റുകളൊന്നും ഒഴിവാക്കുന്നില്ല. കൂട്ടി ചേർക്കുക എന്നല്ലാതെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുന്നില്ല. അത് വലിയൊരു നെഗറ്റീവാണ്. പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാവുകയാണ്. റാങ്ക് ഫയൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നുകയാണ്, ഒരുപാട് വാരി വലിച്ച് കണ്ടൻറ്റുകൾ കാണുമ്പോൾ. ഞാൻ റാങ്ക് ഫയൽ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വിടും. മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇങ്ങനെ ടിക്ക് ചെയ്ത് വിടും. അത് മാത്രമേ പഠിക്കുള്ളൂ. ഉള്ളിലേക്കുള്ള നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി വിടും. പിന്നീട് റിവിഷൻ ചെയ്യുമ്പോഴും ആ ടിക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും മെയിനായിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ പഠിക്കാറുള്ളൂ. പഠിക്കേണ്ടത് ഏതാണ്, പഠിക്കേണ്ടാത്തത് ഏതാണെന്നൊക്കെ അറിയുന്നത് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ചില ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിളിന് പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം. ചിലതൊന്നും ചോദിച്ചിട്ടേ ഉണ്ടാവില്ല, വാരി വലിച്ച് കൊടുത്തിട്ടുണ്ടാവും റാങ്ക് ഫയൽ. അതൊക്കെ നമ്മൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നൊന്ന് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റാങ്ക് ഫയൽ എങ്ങനെ പഠിച്ചെടുക്കണമെന്ന് മനസ്സിലാവും. ഓരോ വിഷയവും നന്നായി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബുക്കായിട്ട് റെഫർ ചെയ്യുന്നവരുണ്ട്. ഇന്ത്യൻ പൊളൈറ്റി, അതേപോലെ തന്നെ ഈ ശ്രീധരമേനോൻ്റെ ചരിത്രത്തിൻ്റെ പുസ്തകം. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. പക്ഷേ ചിലവർക്ക് അത് റെഫർ ചെയ്ത് ഓരോ പുസ്തകങ്ങളായിട്ട് പഠിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് കാണുന്നവർ റാങ്ക് ഫയൽ നോക്കാം എന്നാണ് എൻ്റെ ഒരു അനുമാനം. റാങ്ക് ഫയൽ നോക്കിയിട്ട് നോട്ട്സ് എഴുതി പഠിക്കണമെന്ന് ചോദിച്ചാൽ അതൊരു പൊട്ടത്തരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ടൈം നമ്മുടെ നഷ്ടപ്പെടും. ഒരു റാങ്ക് ഫയലിന് നമ്മൾ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെടുത്ത് എഴുതുക പറഞ്ഞാൽ ഒരുപാട് സമയം ആവശ്യമുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. റാങ്ക് ഫയലിൽ പഠിച്ച ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ റാങ്ക് ഫയലിൽ നോട്ട് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പേജ് പിൻ ചെയ്തിട്ട് അതിൽ ചേർക്കണം നല്ലത് തോന്നുന്നു. എല്ലാം ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോൾ വീണ്ടും ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈം സേവ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ സോഴ്സും യൂസ് ചെയ്യുക. അതായത് റാങ്ക് ഫയൽ മാത്രം പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാമെന്നും വിചാരിക്കരുത്. എല്ലാം യൂസ് ചെയ്യുക. അതേപോലത്തെ ടെലഗ്രാം നോട്ട്സൊക്കെ യൂസ് ചെയ്യുക. ഞാൻ മുമ്പും വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ റാങ്ക് ഫയൽ പഠിച്ച് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് തീർന്നാൽ നമുക്കതിനെ ഒരു കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് കാണാം. എന്നിട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് നമ്മൾ അതിൽ തന്നെ മാർക്ക് ചെയ്യുക. സെപ്പറേറ്റ് എഴുതണേക്കാട്ടിലും റാങ്ക് ഫയലിൽ തന്നെ ഒരു പേജ് പിൻ ചെയ്തിട്ടോ അതിൽ തന്നെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു പരന്ന ഒരു അറിവ് നമുക്ക് ലഭിക്കും.
പിന്നീട് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ വീഡിയോസ് എല്ലാം ഇരുന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ ജസ്റ്റ് ഈ റാങ്ക് ഫയലിൻ്റെ ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി അല്ലേ. എക്സ്ട്രാ നമ്മൾ നോട്ട്സ് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. എൻ്റെ മുൻപുള്ള വീഡിയോ കണ്ടാലറിയാം, ഞാൻ റാങ്ക് ഫയൽ ശരിക്കും ഒരു ടെക്സ്റ്റ് തന്നെ 3ഉം 4ഉം ഒക്കെ ആയിട്ട് ചെറിയ ബുക്കായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ട്, നമുക്കൊരു റാങ്ക് ഫയൽ വലിയ ബുക്ക് പഠിക്കുന്ന ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ചെറിയ നോട്ട്സ് പഠിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ 10ഓളം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പഠിച്ചെടുത്തില്ലേ നമ്മൾ. അപ്പോൾ അതുപോലുള്ള കുട്ടി കുട്ടി ടെക്സ്റ്റ് ബുക്ക് പോലെ തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പഠിച്ചെടുക്കാനും നമുക്കത് വളരെ എളുപ്പമായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ വലിയ റാങ്ക് ഫയൽ പഠിക്കേണ്ട ഒരു കനം നമ്മുടെ തലയിൽ ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ആ ബുക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് ടിക്ക് ചെയ്തിട്ടും അണ്ടർലൈൻ ചെയ്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ നല്ല ഒരു എളുപ്പം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. PSC കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാ സോഴ്സസും ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് പിന്നൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. താങ്ക് യു.